ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജു സോൺ. അപ്പോ RRBJയുടെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ചെറിയ ഹാങ് ആയിട്ടുണ്ടാവും സൈറ്റില്. എനിവേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ഓഫ് ഓരോ സോണിൽ എത്രയാണ് കട്ട് ഓഫ് രീതിയിൽ നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ എത്ര അപ്ലിക്കൻസ്, അതേപോലെ എത്ര പേരാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പെട്ടേക്കുന്നത്, എല്ലാ കാര്യങ്ങളും എന്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതേപോലെ ഏതൊക്കെ ഓരോ പോസ്റ്റ് വൈസ് ഉള്ള കട്ട് ഓഫും നമുക്ക് എന്താ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കണം. അതും നമ്മൾ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന RRB തിരുവനന്തപുരമാണ്. അപ്പൊ തിരുവനന്തപുരത്തിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ അവിടെ ടോട്ടൽ എത്രയാ? 7 പോസ്റ്റുകളാണ് ഉള്ളത്. കാറ്റഗറി നമ്പർ പ്രകാരം 4, 7, 9, 12, 16, 17, 28, 30. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുന്ന എല്ലാ കാറ്റഗറി നേഴ്സിലും ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ഓഫ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇപ്പോ ടോട്ടൽ 121 വേക്കൻസീസ് ആണ് ഉള്ളത് ടോട്ടല്. അപ്പോ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടേക്കുന്നത് 1627 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അതിലിപ്പം ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസിലേക്ക് അൺറിസർവ്ഡ് 72, SC 47 എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. അതേപോലെ കാറ്റഗറി നമ്പർ 7 എന്ന് പറയുമ്പോൾ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ TRD ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. 68, 43 രീതിയിലാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. അതേപോലെ ജൂനിയർ എഞ്ചിനീയർ സിവിലിന്റെ കേസിലാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. നമ്മൾ സിവിലിന്റെ കേസ് പറയുന്നത് കുറവാണ്. ഓക്കെ, 64, 47. ഓക്കെ, അതേപോലെ 16 പറയുമ്പോൾ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ, അത് ഇലക്ട്രിക്കൽ അപ്ലൈ ആയിട്ട് പറ്റുന്നത് അല്ലെ. 69, 42, 34, 65 എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. അതേപോലെ ഇപ്പം 28 എന്ന് പറയുമ്പോൾ ടെലി കമ്മ്യൂണിക്കേഷൻ കാർക്കും എല്ലാവർക്കും അപ്ലൈ ആയിട്ട് പറ്റുന്നത്. 72, 47, 40, 68 എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. അതേപോലെ ജൂനിയർ എഞ്ചിനീയർ സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ 68, 68 എന്ന രീതിയിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ഔട്ട് ഓഫ് 100 ആണ് മാർക്ക്. ഓക്കെ, നോർമലൈസ്ഡ് മാർക്ക് ഔട്ട് ഓഫ് 100 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം സ്കോർ കാർഡ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ സ്കോർ കാർഡ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മാർക്ക് ഇതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലുള്ള എല്ലാ പോസ്റ്റിലേക്ക് തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം 73 മാർക്കാണ് നിങ്ങൾ കൺട്രസ്റ്റോട് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഇതിലുള്ള നിങ്ങൾ ഇലക്ട്രിക്കൽ അപ്ലൈ ചെയ്ത എല്ലാ പോസ്റ്റിലേക്കും ഒന്ന് എലിജിബിൾ ആണ് 73 മാർക്കാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ 70 ആണെന്നുണ്ടെങ്കിലോ ഈ നാലാമത്തെ ഫസ്റ്റ് പോസ്റ്റ് മാത്രം എലിജിബിൾ ആയിരിക്കില്ല. അതിന്റെ താഴെയുള്ള എല്ലാ പോസ്റ്റുകളും എന്താ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഭാവിയിൽ പോസ്റ്റ് പ്രിഫറൻസ് പ്രകാരം നോക്കുമ്പോൾ. ഓക്കെ, ജൂനിയർ എഞ്ചിനീയർ ജനറൽ സർവീസിന് തന്നെയാണ് ഹയസ്റ്റ് കട്ട് ഓഫ് വന്നുള്ളത് 72.52. സെയിം കട്ട് ഓഫ് തന്നെയാണ് ജൂനിയർ എഞ്ചിനീയർ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും വന്നേക്കുന്നത് 72.52. ഇതാണ് ട്രിവാൻഡ്രം RRBയുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ എന്താ ചെന്നൈയിലേക്ക് പോവാണ്. ചെന്നൈയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ 652 വേക്കൻസി ആണ് ഉള്ളത്. 652 വേക്കൻസി ഉള്ളത് കൊണ്ട് തന്നെ 9678 പേരാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 9678 പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ കട്ട് ഓഫ് നോക്കുമ്പോൾ കണ്ടില്ലേ 78 തന്നെയാണ് ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. 78. നേരെ മറിച്ച് ഇപ്പൊ ട്രിവാൻഡ്രം സോൺ ആണെങ്കിൽ 72 ഉണ്ടായിരുന്നത് അല്ലെ. 72ന്റെ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇവിടെ ചെന്നൈയിലാകുമ്പോൾ അത് 78 എന്നുള്ള രീതിയിലേക്ക് വന്നു. ഓക്കെ, 78.33 എന്നൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും 3 പറയുമ്പോൾ ജനറൽ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിലേക്ക് 78.33 വന്നേക്കുന്നത് കട്ട് ഓഫ്. SC 70, ST 61, OBC 75, EWS 72, എക്സ് സർവീസ്മാൻ 33. അതേപോലെ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ അത് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് രണ്ടെണ്ണം ഉണ്ട്. ICF-ലേക്കും അതേപോലെ SR-ലേക്കും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്കും ഉണ്ട്, അതുപോലെ SR-ലേക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 2, 3 വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ ആ രണ്ടിനെ കൂടിയുള്ള കട്ട് ഓഫ് ആണ് അവിടെ വന്നേക്കുന്നത്. പിന്നെ എന്താ ഇലക്ട്രിക്കൽ ജനറൽ സർവീസിലേക്ക് 72.98. ഇത് ട്രിവാൻഡ്രം സോണിലും 72 തന്നെയാണ് വന്നേക്കുന്നത് ജനറൽ സർവീസ് കാറ്റഗറിയിലേക്ക്. പിന്നെയുള്ളത് അഞ്ചാമത്തത് EMU ആൻഡ് TRS-ലേക്ക് 70 വന്നേക്കുന്നത്. പിന്നെ ഏഴാമത്തേത് TRD ഡിപ്പാർട്ട്മെന്റിലേക്ക് 69 വന്നു. പിന്നെ എട്ടാമത്തത് വർക്ക്ഷോപ്പ് 77 വന്നു. അതേപോലെ PWay ബ്രിഡ്ജ് സിവിൽ ആർക്ക് അപ്ലൈ ആയിട്ട് പറ്റുന്നതാണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ, പിന്നെ TM ആണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക 15. TM-ന് വന്ന കട്ട് ഓഫ് പറഞ്ഞാൽ 70 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ വാഗൺ R&D. ഓക്കെ, അത് മെക്കാനിക്കലൊക്കെ അപ്ലൈ വേണ്ടി പറ്റുന്നതന്നെയാണല്ലേ. മെക്കാനിക്കലൊക്കെ അപ്ലൈ വേണ്ടി പറ്റുന്നതന്നെയാണ്. അത് ഉത്തരം വന്നേക്കുന്ന കറസ്പോണ്ടിങ് 71, 78 എന്ന രീതിയിലൊക്കെയാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഡാറ്റാസ് അതിൽ സ്ലൈഡിൽ ആഡ് ആക്കാണ്ട് വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, പിന്നെയുള്ള എന്താ ഈ 31, 32 ഇതൊക്കെ പറയുന്നത് എന്താ നമ്മുടെ
ടെലികമ്മ്യൂണിക്കേഷൻ, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ വരുന്ന ആള്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്താ, 71ഉം 78ഉം എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, 71ഉം 78ഉം. പിന്നെയോ ബാംഗ്ലൂര്, പിന്നെ കൂടുതൽ ആൾക്കാർ അപ്ലൈ ഉണ്ടാവുക ബാംഗ്ലൂരും മുംബൈയും ആണ്. ബാംഗ്ലൂരേക്ക് വരികയാണെങ്കിലും അവിടെ ടോട്ടൽ 397 വേക്കൻസിയാണ് ഉള്ളത്. ആ ഒരു 397 വേക്കൻസീസിൽ 5808 പേര് വന്നിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. CBT2 എഴുതാൻ വേണ്ടിയിട്ട് 5808 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. ഇതിലിപ്പോ ബാംഗ്ലൂരേക്ക് വരുമ്പോൾ ഇവിടെ കട്ട് ഓഫ് 74ഉം 71ഉം 73ഉം ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റിലേക്കാണ്. ഇപ്പം ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈനിലേക്ക് 71 മാർക്കേ അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. നേരെ മറിച്ച് ചെന്നൈയിൽ എത്ര 78ആണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ജനറൽ സർവീസിലാകുമ്പോൾ അവിടെ 68 വന്നുള്ളൂ. നേരെ മറിച്ച് ട്രിവാൻഡ്രത്തും അതേപോലെ ചെന്നൈയിലൊക്കെ 72 വന്നത്. ബാംഗ്ലൂർ എത്രയാ വന്നേക്കുന്നത്, 68 വന്നിട്ടുള്ളൂ അല്ലെ. അതേപോലെ ഇപ്പം ഏഴാമത്തേത് ഇലക്ട്രിക്കൽ TRD ഡിപ്പാർട്ട്മെന്റിൽ 59 മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ കട്ട് ഓഫ്. ഓക്കെ, 59 മാത്രമേ അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. പിന്നെയോ ജൂനിയർ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലേക്കോ 66 മാത്രമേ അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെ സിവിലിന്റെ കേസിൽ അവിടെ 55 മാർക്ക് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെയോ സിവിലിന്റെ ഡ്രോയിങ്ങിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ട്രാക്ക് മെഷീൻ TM 15 53 മാർക്കാണ് അവിടെ കട്ട് ഓഫ് വന്നേക്കുന്നത്. ഓക്കെ, TMൽ അവിടെ ഭയങ്കര കട്ട് ഓഫ് അവിടെ വന്നിട്ടുണ്ട്. 53 മാർക്ക് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് ഉള്ളത് ഇപ്പം നമ്മളിപ്പം അനാലിസ് ചെയ്തതിൽ ബാംഗ്ലൂരിലാണ് ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് ആയിട്ട് ഇപ്പം കാണപ്പെടുന്നത് അല്ലെ. അതേപോലെ മെക്കാനിക്കൽ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ ഡ്രോയിങ്ങിൽ 17 64 മാർക്ക് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ പ്രൊഡക്ഷൻ യൂണിറ്റിലും ഡീസൽ യൂണിറ്റിലും ഒക്കെ 67 63 എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ടെലികമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ 67 മാർക്കാണ് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ സിഗ്നൽ അതേപോലെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 64 74 എന്നുള്ള രീതിയിലാണ് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇതുവരെ നോക്കി ചെന്നൈ ട്രിവാൻഡ്രം ബാംഗ്ലൂർ നോക്കുമ്പോൾ ബാംഗ്ലൂരിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് അവിടെ കുറവായിട്ട് കാണുന്നത്. ഇനിയിപ്പോ മുംബൈയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്നത് അല്ലെ. 1337 വേക്കൻസീസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 20,792 പേരെന്താ അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നേരെ മറിച്ച് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂര് നമ്പർ ഓഫ് വേക്കൻസി കുറവാണ് 390. അതായത് ഇൻ ബിറ്റ്വീൻ ട്രിവാൻഡ്രം ആൻഡ് ചെന്നൈ ആണ് 397. 121 682 അവിടെ കാണും. എന്നിരുന്നാലും ദേ അവിടെ കട്ട് ഓഫ് പറഞ്ഞു അല്ലെ. നമ്മളിപ്പോ ALPയുടെ ട്രെൻഡ് അല്ല ഇതിലേക്ക് വന്നേക്കുന്നത്, രണ്ടും ഡിഫറെന്റ് തന്നെയാണ് അല്ലെ. ഇനിയിപ്പോ നമുക്ക് മുംബൈയിലേക്ക് നോക്കാം. മുംബൈയിലേക്ക് നമുക്ക് പോസ്റ്റ് വൈസ് ജൂനിയർ ഇലക്ട്രിക്കലിന്റെ കേസിൽ ഡിസൈൻ ഡ്രോയിങ് ആകുമ്പോൾ 79 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നേരെ മറിച്ച് TRDയിലേക്കാണെന്നുണ്ടെങ്കിൽ 74 വന്നേക്കുന്നത്. ജനറൽ സർവീസിലേക്ക് 4 സോറി ജനറൽ സർവീസിലേക്കാണ് എന്ത് വന്നേക്കുന്നത്, 74 വന്നേക്കുന്നത്. TRSലേക്കോ 72 വന്നിട്ടുള്ളത്. അത് കറസ്പോണ്ടിങ് ആയിട്ട് TRDയിലേക്ക് വരുമ്പോഴോ 71 കുറഞ്ഞു അത്. ഓക്കെ, പിന്നെ PV അതേപോലെ സിഗ്നൽസിന്റെയൊക്കെ 78 എന്നുള്ള രീതിയിൽ തന്നെ കട്ട് ഓഫ് വന്നു അല്ലെ. അപ്പൊ മുംബൈയിൽ നോക്കുമ്പോഴും മുംബൈയിലും അത്യാവശ്യം കട്ട് ഓഫ് ഉണ്ട്. നേരെ മറിച്ച് ബാംഗ്ലൂർ മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ കട്ട് ഓഫ് കുറച്ചെങ്കിലും കുറവായിട്ട് കാണുന്നത്. ഓക്കെ, ഓരോരോ പോസ്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഇതേപോലെ കട്ട് ഓഫ് കാണാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ജസ്റ്റ് എന്ത് ചെയ്താൽ നിങ്ങൾക്ക് സ്കോർ കാർഡ് കാണാം. സ്കോർ കാർഡ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്തില്ലേ ഓരോ പോസ്റ്റിനെയും കട്ട് ഓഫ് നോക്കാം. നിങ്ങളുടെ മാർക്ക് അതിനെക്കാട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഒരു മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രിവാൻഡ്രം സോൺ ആണെന്ന് തന്നെ പറഞ്ഞില്ലേ. എന്താ അതിലിപ്പം 72 മാർക്ക് 73 മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അപ്പ് ചെയ്ത എല്ലാ പോസ്റ്റിലേക്കും എലിജിബിൾ ആണ്. 72ആണ് ഹയസ്റ്റ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ. 73 എല്ലാ പോസ്റ്റും നിങ്ങൾ എലിജിബിൾ ആണ്. നേരെ മറിച്ച് നിങ്ങൾ 60-50 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ 72-ന് 69-ന് താഴെയുള്ള കട്ട് ഓഫ് ഉള്ള എല്ലാത്തിനും എന്തെങ്കിലും എലിജിബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.